നമ്മുടെ നാട്ടിലെമ്പാടും ഉണ്ടായി. വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മേധാവിത്വത്തിന്റെ കീഴിലാണ് എല്ലാ മർദ്ദന സംവിധാനങ്ങളും അവരുടെ കയ്യിലുള്ള ഒരു ഘട്ടത്തിലാണ് അത്തരം എല്ലാ ഘടകങ്ങളോടും ഏറ്റുമുട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി സഖാവ് എ പി കടന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് ആകുക എന്നാൽ എല്ലാ കോണിൽ നിന്നുമുള്ള നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയനാകേണ്ടി വരുന്ന ഒരു ഘട്ടം ചരിത്രത്തിലുടനീളം അങ്ങനെയാണ്. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വമാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രം പലരും തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്നു പോലും 1947 ആഗസ്റ്റ് 15 പോലും ജയിലിൽ കിടന്നുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കേണ്ടി വന്ന നേതാക്കന്മാരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാർ. സഖാവ് എ കെ ജി അന്ന് ജയിലിലായിരുന്നു, സഖാവ് വി എസ് അന്ന് ജയിലിലായിരുന്നു. അങ്ങനെ എത്രയോ ഉന്നത ശീർഷരായ നേതാക്കന്മാർ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുമ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യത്തിന്റെ പുലരിയെ ജയിലിൽ കിടന്ന് വരവേൽക്കേണ്ടി വന്ന വീരയോദ്ധാക്കളുടെ പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ബ്രിട്ടനെതിരായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് മേധാവിത്വം വേട്ടയാടുകയും ജയിലടയ്ക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നെഹ്റു ഗവൺമെന്റായി കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ നേതൃത്വം. എത്ര കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിക്കുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ റിപ്പബ്ലിക്കായതിന്റെ 15-ാം നാളാണ് ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായത്. റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആചരിക്കുന്നത് ജനുവരി 26-നാണ്. എല്ലാവർക്കും അറിയാം. 1980 ഫെബ്രുവരി 11 സേലം സെൻട്രൽ ജയിലിൽ വെച്ച് 22 കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെയാണ് വെടിവെച്ച് കൊന്നുകളഞ്ഞത്. കർഷക സമര സേനാനികൾ. അതിലേറെയും പേർ വടക്കേ മലബാറുകാരായി, മലയാളികളായി. കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ കള്ളക്കേസെടുത്ത് ജയിലിലടച്ച് ആ ജയിൽ അനക്സിനുള്ളിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. മിനി ജാലിയൻ വാലാബാഗ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. കർഷക പ്രസ്ഥാനത്തിന്റെ 22 ധീരയോദ്ധാക്കൾ അന്ന് മലബാർ മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. അന്ന് അവിടെ ജയിൽ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി കോൺഗ്രസിന്റെ നേതാവായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോനായിരുന്നു. അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ മാധവ മേനോന്റെ ആജ്ഞയനുസരിച്ചാണ് ജയിലിനകത്ത് വെച്ച് വിപ്ലവകാരികളായ സഖാക്കളെ വെടിവെച്ചു പോകുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വേട്ടയാടലുകളെ നേരിടേണ്ടി വന്ന ഒരു ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്കാലത്തുള്ളത്.